സ്മാർട്ട് സ്റ്റാൻഡ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഇന്ത്യൻ ജിയോഗ്രഫിയിലെ മൂന്നാമത്തെ അധ്യായമായ നീരൊഴുക്ക് വ്യൂഹത്തെ പറ്റിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന എക്സാംസിനും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മഴക്കാലങ്ങളിൽ ജലം നദികളിലൂടെയും തോടുകളിലൂടെയും നീർച്ചാലുകളിലൂടെയും ഒഴുകുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ ചാലുകൾ ഇല്ലായിരുന്നെങ്കിൽ വലിയ വെള്ളപ്പൊക്കങ്ങൾ സംഭവിക്കുമായിരുന്നു. നീർച്ചാലുകൾ കൃത്യമായി രൂപപ്പെടുത്താതെയോ അവ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം വെള്ളപ്പൊക്കം ഒരു സാധാരണ പ്രതിഭാസമാണ്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. ഒരു പ്രദേശത്തിൻ്റെ നീരൊഴുക്ക് മാതൃക, ഭൂവിജ്ഞാനീയ കാലഘട്ടം, ശിലകളുടെ സ്വഭാവവും ഘടനയും, ഭൂപ്രകൃതി, ചെരിവ്, നീരൊഴുക്കിൻ്റെ അളവും തുടർച്ചയും എന്നിവയുടെ ഫലമാണ്. അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ? പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ചാലുകളിലൂടെ ജലം ഒഴുകുന്നതിനെയാണ് നീരൊഴുക്ക് അല്ലെങ്കിൽ ഡ്രെയിനേജ് എന്ന് പറയുന്നത്. പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയിട്ടുള്ള ചാലുകളിലൂടെ ജലം ഒഴുകുന്നതിനെയാണ് നീരൊഴുക്ക് അല്ലെങ്കിൽ ഡ്രെയിനേജ് എന്ന് പറയുന്നത്. നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയെ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നു. ഇത്തരം നീർച്ചാലുകൾ ഇല്ലാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നീർച്ചാലുകൾ കൃത്യമായി രൂപപ്പെടാതെയോ അല്ലെങ്കിൽ ആ നീർച്ചാലുകൾക്ക് തടസ്സങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ ആ പ്രദേശങ്ങളിൽ എന്താണ് ഉണ്ടാവുക? ആ പ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കി ഭാഗം നോക്കാം. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് വൃഷ്ടിപ്രദേശം എന്ന് വിളിക്കുന്നത്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയുമാണ് നീർത്തടം എന്ന് പറയുന്നത്. അപ്പം എന്താ ഇവിടെ പറയുന്നത്? ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ വൃഷ്ടിപ്രദേശം എന്നാണ് പറയുന്നത്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയുമാണ് നീർത്തടം എന്ന് പറയുന്നത്. അതുപോലെ ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് നദീതടങ്ങൾ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നീർത്തടങ്ങൾ എന്നും അറിയപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 4 പോയിന്റാണ് ഇവിടെ പറയുന്നത്. നദിയിലേക്ക് വെള്ളമെത്തുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് നിന്നാണെങ്കിൽ ഇത്തരം പ്രദേശത്തെയാണ് വൃഷ്ടിപ്രദേശം എന്ന് വിളിക്കുന്നത്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന പ്രദേശത്തെ നീരൊഴുക്ക് തടം എന്നാണ് പറയുന്നത്. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നദീതടങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശം നദീതടങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നീർത്തടങ്ങൾ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന നീരൊഴുക്ക് മാതൃകകളെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും 4 നീരൊഴുക്ക് മാതൃകകളാണ് ഉള്ളത്. ഒന്നാമത്തേത് ശിഖരാകൃത മാതൃക, രണ്ടാമത്തേത് കേന്ദ്രപ്രഭവ മാതൃക, മൂന്നാമത്തേത് ജലായുധ മാതൃക, 4 അഭികേന്ദ്ര മാതൃക. പ്രധാനമായിട്ടും 4 നീരൊഴുക്ക് മാതൃകകളാണുള്ളത്. 1 ശിഖരാകൃത മാതൃക, 2 കേന്ദ്രപ്രഭവ മാതൃക, 3 ജലായുധ മാതൃക, 4ാമത്തേത് അഭികേന്ദ്ര മാതൃക. ഇനി നമുക്ക് ഇവ ഓരോന്നിനെ പറ്റിയിട്ടും പഠിക്കാം. ആദ്യത്തേത് ശിഖരാകൃത മാതൃക. ഒരു മരത്തിൻ്റെ ചില്ലയോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ് ശിഖരാകൃത മാതൃക. ഉദാഹരണം ഉത്തരേന്ത്യൻ സമതലത്തിലെ നദികൾ. ശിഖരാകൃത മാതൃക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ ചില്ല എങ്ങനെയൊക്കെയാണ് പോവുക, അതുപോലെ ഒരു മരത്തിൻ്റെ ചില്ലയോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ് ശിഖരാകൃത മാതൃക. ശിഖരാകൃത മാതൃകയ്ക്ക് ഉദാഹരണമാണ് ഉത്തരേന്ത്യൻ സമതലത്തിലെ നദികൾ. രണ്ടാമത്തെ മാതൃകയാണ് കേന്ദ്രപ്രഭവ മാതൃക. അതായത് ഒരു നദി കുന്നിൻ മുകളിൽ നിന്നും ഉത്ഭവിച്ച് എല്ലാ ദിശയിലേക്കും ഒഴുകുന്ന രീതിയെ കേന്ദ്രപ്രഭവ മാതൃക എന്ന് പറയുന്നു. ഈ കേന്ദ്രപ്രഭവ മാതൃകയ്ക്ക് ഉദാഹരണമാണ് അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ. അപ്പം കേന്ദ്രപ്രഭവ മാതൃക എന്താ പറഞ്ഞത്? ഒരു നദി കുന്നിൻ മുകളിൽ നിന്നും ഉത്ഭവിച്ചിട്ട് എല്ലാ ദിശയിലേക്കും ഒഴുകുന്ന രീതിയെയാണ് കേന്ദ്രപ്രഭവ മാതൃക എന്ന് പറയുന്നത്. അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് കേന്ദ്രപ്രഭവ മാതൃകയ്ക്ക് ഉദാഹരണം. അടുത്തത് ജലായുധ മാതൃക. ഒരു നദിയുടെ പ്രാഥമിക പോഷക നദികൾ പരസ്പരം സമാന്തരമായി ഒഴുകുകയും
ദ്വിതീയ പോഷക നദികൾ ഇവയോട് ഏതാണ്ട് 90 ഡിഗ്രി കോണിൽ ചേരുകയും ചെയ്യുമ്പോഴാണ് ജലായുധ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നത്. ഒരു നദിയുടെ പ്രാഥമികമായിട്ട് പ്രധാന പോഷക നദികൾ പരസ്പരം സമാന്തരമായിട്ട് ഒഴുകും. ദ്വിതീയ പോഷക നദികൾ ഇവയോട് ഏതാണ്ട് 90 ഡിഗ്രി കോണിൽ ചേരുകയും ചെയ്യുമ്പോഴാണ് ജലായുധ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നത്. നാലാമത്തേത് അഭികേന്ദ്ര മാതൃകയാണ്. നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ അഭികേന്ദ്ര മാതൃക രൂപം കൊള്ളുന്നു. അപ്പം നമ്മളിവിടെ പഠിച്ചത് പ്രധാനമായിട്ടുള്ള 4 നീരൊഴുക്ക് മാതൃകകളെ പറ്റിയിട്ടാണ്. ശിഖരാകൃത മാതൃകയാണ് ആദ്യത്തേത്. ഒരു മരത്തിന്റെ ചില്ലയോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണിത്. ഉദാഹരണം എന്താണ്? ഉത്തരേന്ത്യൻ സമതലത്തിലെ നദികളാണ് ശിഖരാകൃത മാതൃകയ്ക്ക് ഉദാഹരണം. കേന്ദ്രപ്രഭവ മാതൃക എന്ന് പറഞ്ഞാൽ ഒരു നദി കുന്നിൻ മുകളിൽ നിന്ന് ഉത്ഭവിച്ച് എല്ലാ ദിശയിലേക്കും ഒഴുകുന്ന രീതിയാണ് കേന്ദ്രപ്രഭവ മാതൃക എന്ന് പറയുന്നത്. അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് കേന്ദ്രപ്രഭവ മാതൃകയ്ക്ക് ഉദാഹരണം. ജലായുധ മാതൃക എന്ന് പറഞ്ഞാൽ ഒരു നദിയുടെ പ്രാഥമിക പോഷക നദികൾ പരസ്പരം സമാന്തരമായിട്ട് ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ ഇവയോട് ഏതാണ്ട് 90 ഡിഗ്രി കോണിൽ ചേരുകയും ചെയ്യുമ്പോഴാണ് ജലായുധ മാതൃക രൂപപ്പെടുന്നത്. അടുത്തത് അഭികേന്ദ്ര മാതൃകയാണ്. നദികൾ എല്ലാ ദിശയിൽ നിന്നും ഒരു തടാകത്തിലേക്കോ അല്ലെങ്കിൽ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ അവിടെ അഭികേന്ദ്ര മാതൃക രൂപം കൊള്ളുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിനു മുന്നേ നമ്മൾ ഒരു 4 പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നദിയിലേക്ക് വെള്ളം എത്തുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് നിന്നാണെങ്കിൽ ഇത്തരം പ്രദേശത്തെ വൃഷ്ടി പ്രദേശം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന പ്രദേശത്തെ നീരൊഴുക്ക് തടം എന്ന് പറയുന്നു. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്നാണ് പറയുന്നത്. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നദീതടങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നീർത്തടങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്ത ഭാഗം പഠിക്കാം. നദീതടങ്ങളും നീർത്തടങ്ങളും തനത് സ്വഭാവ സവിശേഷതയുള്ളവയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ സ്വാധീനം മറ്റു ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നു. അതിനാലാണ് ഇവ സൂക്ഷ്മ, സാമാന്യം, വിസ്തൃത, സ്ഥൂലതല ആസൂത്രണ മേഖലകളായി അംഗീകരിക്കപ്പെടുന്നത്. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത് നോക്കാം. ഇന്ത്യൻ നദീവ്യൂഹത്തെ വിവിധ രീതികളിൽ തരംതിരിക്കാം. നീരൊഴുക്കിന്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ അവയെ അറബിക്കടൽ നദീവ്യൂഹമെന്നും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമെന്നും തരംതിരിച്ചിട്ടുണ്ട്. ഡൽഹി മലനിരകളും ആരവല്ലി, സഹ്യാദ്രി മലനിരകളും ഉൾപ്പെടുന്ന ഒരു ജലവിഭാജകമാണ് ഇവയെ വേർതിരിക്കുന്നത്. ഇന്ത്യയിലെ നീർത്തടങ്ങളുടെ മൊത്തം വിസ്തൃതി 77% ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, കാവേരി, മഹാനദി എന്നീ നദികളുടെ നീർത്തടങ്ങളാണ്. വിസ്തൃതിയുടെ 23% സിന്ധു, നർമ്മദ, താപ്തി, പെരിയാർ തുടങ്ങിയവ അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികളുടെ നീർത്തടങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? നീരൊഴുക്കിന്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യൻ നദീവ്യവസ്ഥയെ 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണവ? ഒന്നാമത്തേത് അറബിക്കടൽ നദീവ്യൂഹവും രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹവും. നീരൊഴുക്കിന്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യൻ നദീവ്യവസ്ഥയെ 2ആയി തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് അറബിക്കടൽ നദീവ്യൂഹവും രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹവും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ നീരൊഴുക്കിന്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യൻ നദീവ്യവസ്ഥയെ 2ആയിട്ട് തരംതിരിച്ചു എന്ന്. അപ്പം ഏത് ജലവിഭാജകമായിരിക്കും ഈ നദികളെ 2ആയിട്ട് വേർതിരിച്ചിട്ടുണ്ടാവുക? ഡൽഹി മലനിരകളും ആരവല്ലി, സഹ്യാദ്രി മലനിരകളുമാണ് ഈ 2 നദീവ്യൂഹങ്ങളെ പരസ്പരം വേർതിരിച്ചിരിക്കുന്നത്. ഡൽഹി മലനിരകളും ആരവല്ലി, സഹ്യാദ്രി മലനിരകളും ഉൾപ്പെടുന്ന ഒരു ജലവിഭാജകമാണ് അറബിക്കടൽ നദീവ്യൂഹത്തെയും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തെയും വേർതിരിച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, മഹാനദി, കാവേരി തുടങ്ങിയ നദികൾ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ നീർത്തട പ്രദേശത്തിന്റെ 77% നീരൊഴുക്കുകളുടെയും ദിശ എവിടേക്കാണ്? ബംഗാൾ ഉൾക്കടലിലേക്കാണ്. ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, മഹാനദി, കാവേരി തുടങ്ങിയ നദികൾ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ നീർത്തട പ്രദേശത്തിന്റെ 77% നീരൊഴുക്കുകളുടെ ദിശ ബംഗാൾ ഉൾക്കടലിലേക്കാണ് പതിക്കുന്നത്. ബാക്കിയുള്ള 23% നീർത്തട പ്രദേശങ്ങളിലെ നദികളായ സിന്ധു, നർമ്മദ, താപ്തി, പെരിയാർ തുടങ്ങിയവ അറബിക്കടലിലേക്കുമാണ് ഒഴുകുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നീർത്തടത്തിന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി നദീതടങ്ങളെ 3 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അവയെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നീർത്തടത്തിന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി നദീതടങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പ്രധാന നദീതടങ്ങൾ, രണ്ടാമത്തേത് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ,
മൂന്നാമത്തേത് ചെറുനദീതടങ്ങൾ. പ്രധാന നദീതടങ്ങൾ, സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ, ചെറുനദീതടങ്ങൾ എന്നിങ്ങനെ നീർത്തടത്തിന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി നദികളെ മൂന്നായിട്ട് വിഭജിച്ചിരിക്കുന്നു. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രധാന നദീതടത്തെ പറ്റിയാണ്. 20,000 ചതുരശ്ര കിലോമീറ്ററിലധികം വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ് പ്രധാന നദീതടങ്ങൾ. ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപ്തി, നർമ്മദ, മഹി, പെണ്ണാർ, സബർമതി, ബരക് തുടങ്ങിയ 14 നദികൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. 20,000 ചതുരശ്ര കിലോമീറ്ററിലധികം വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ് പ്രധാന നദീതടങ്ങൾ. 14 നദികളാണ് പ്രധാന നദീതട വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഉദാഹരണം: ഗംഗ, ബ്രഹ്മപുത്ര, കൃഷ്ണ, താപ്തി, നർമ്മദ, മഹി, പെണ്ണാർ, സബർമതി, ബരക് തുടങ്ങിയ 14 നദികളാണ് ഈ പ്രധാന നദീതടങ്ങളിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ. 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ. കാളിന്തി, പെരിയാർ, മേഘ്ന തുടങ്ങിയ 44 നദികൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം പ്രധാന നദീതടത്തിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് 20,000 ചതുരശ്ര കിലോമീറ്ററിലധികം വൃഷ്ടിപ്രദേശമുള്ള നദികളാണ് പ്രധാന നദീതടങ്ങളിൽ ഉൾപ്പെടുന്നത്. എന്നാൽ 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങളിൽ ഉൾപ്പെടുന്നത്. കാളിന്തി, പെരിയാർ, മേഘ്ന തുടങ്ങിയ 44 നദികളാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങളിൽ ഉൾപ്പെടുന്നത്. മൂന്നാമത്തെ വിഭാഗമാണ് ചെറുനദീതടങ്ങൾ. 2000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ് ചെറുനദീതടങ്ങൾ. മഴ കുറവുള്ള പ്രദേശങ്ങളിലെ ധാരാളം നദികൾ ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് നീർത്തടത്തിന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി നദീതടങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് മേജർ റിവർ ബേസിൻസ്, രണ്ടാമത്തേത് മീഡിയം റിവർ ബേസിൻസ്, മൂന്നാമത്തേത് മൈനർ റിവർ ബേസിൻസ്. 20,000 ചതുരശ്ര കിലോമീറ്ററിലധികം വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ് മേജർ റിവർ ബേസിൻസിൽ ഉൾപ്പെടുന്നത്. 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ് മീഡിയം റിവർ ബേസിൻസിൽ ഉൾപ്പെടുന്നത്. 2000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങളാണ് മൈനർ റിവർ ബേസിൻസിൽ ഉൾപ്പെടുന്നത്. മേജർ റിവർ ബേസിൻസിൽ കേരളത്തിലെ നദികൾ ഉൾപ്പെടുന്നുണ്ടോ? എത്ര നദികൾ ഉൾപ്പെടുന്നുണ്ട്? പ്രധാന നദീതടങ്ങളിൽ ഉൾപ്പെടുന്ന നദികൾ കേരളത്തിലുണ്ടോ? ഇല്ല. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങളാണ്, അല്ലെങ്കിൽ മീഡിയം റിവർ ബേസിൻസിൽ ഉൾപ്പെടുന്ന നദികളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അടുത്ത ഭാഗം നോക്കാം. ഉപദ്വീപീയ പ്രദേശങ്ങളിൽ വലിയ നദികൾ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇതിൽ നിന്നും വിഭിന്നമായി 2 പ്രധാന ഉപദ്വീപീയ നദികളായ നർമ്മദയും താപ്തിയും മറ്റനേകം ചെറുനദികളോടൊപ്പം അറബിക്കടലിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഉത്തരേന്ത്യയിലെ ചില നദികൾ ഹിമാലയ പ്രദേശത്ത് ഉത്ഭവിച്ചിട്ട് ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കും. ചില നദികളാണെങ്കിലോ അറബിക്കടലിൽ ചെന്ന് പതിക്കും. ഉപദ്വീപീയ പ്രദേശങ്ങളിലെ വലിയ നദികളെല്ലാം പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. അതേസമയം 2 ഉപദ്വീപീയ നദികളായ നർമ്മദയും താപ്തിയും അതിൻ്റെ കൂടെ മറ്റനേകം ചെറുനദികളോടൊപ്പം നേരെ പോയിട്ട് എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങളെ പറ്റിയാണ്. ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങളിൽ ചെറുതും വലുതുമായ ധാരാളം നദികളുണ്ട്. ഉത്ഭവരീതി, സ്വഭാവ സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹവും രണ്ടാമത്തേത് ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹവും. ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹത്തെ 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹവും ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹവും. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തെ പറ്റിയാണ്. നീണ്ട ഭൗമചരിത്ര കാലത്തിലൂടെ പരിണമിച്ചവയാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം. ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു നദികളാണ് ഇതിൽ മുഖ്യമായും ഉൾപ്പെട്ടിരിക്കുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വറ്റാത്ത നദികളാണ്. ഹിമാലയ പർവ്വതം ഉയരുന്നതിനോടൊപ്പം തന്നെ നദികളുടെ അപരദന പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി രൂപപ്പെട്ട ആഴമേറിയ ഗിരികന്ധരങ്ങളിലൂടെ ഈ നദികൾ ഒഴുകുന്നു. ആഴമേറിയ ഗിരികന്ധരങ്ങളെ കൂടാതെ പർവ്വതഭാഗത്ത് ഇവ വി രൂപ താഴ്വര, ചെറുവെള്ളച്ചാട്ടം,
വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങളും സൃഷ്ടിക്കുന്നു. സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവ നിക്ഷേപണ ഭൂരൂപങ്ങളായ വിസ്തൃതമായ താഴ്വരകൾ, ഓക്സ്ബോ തടാകം, പ്രളയ സമതലങ്ങൾ, ബ്രെയ്ഡഡ് ചാലുകൾ തുടങ്ങിയവയും നദീമുഖങ്ങളിൽ ഡെൽറ്റകളും നിർമ്മിക്കുന്നു. ഹിമാലയൻ പർവ്വത പ്രദേശത്ത് ശക്തമായി ഒഴുകുന്ന ഇവ സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും തുടർച്ചയായി ഗതി മാറി ഒഴുകുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിൽ ഉൾപ്പെടുന്ന പ്രധാന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിൽ ഉൾപ്പെടുന്ന പ്രധാന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ. ഈ നദികളിൽ മഴ പെയ്തും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതുകൊണ്ട് ഇവ എല്ലാ കാലത്തും ജലസമ്പന്നമായിരിക്കും. ഈ നദികൾ ഒരിക്കലും വറ്റില്ല. മഴ പെയ്തും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇവ വറ്റാത്ത നദികളാണ്. ഭീമാകാരമായ ഗിരികന്ധരങ്ങളിലൂടെയാണ് ഈ നദികൾ ഒഴുകുന്നത്. ഗിരികന്ധരങ്ങളെ കൂടാതെ വീരൂപ താഴ്വരകളും വെള്ളച്ചാട്ടം എന്നിവയ്ക്കൊക്കെ ഈ നദികൾ രൂപം നൽകുന്നുണ്ട്. പർവ്വത ഭാഗത്താണ് വീരൂപ താഴ്വരയും വെള്ളച്ചാട്ടവും ഒക്കെ സൃഷ്ടിക്കുന്നത്. എന്നാൽ സമതല പ്രദേശങ്ങളിലേക്ക് ഈ നദി കടക്കുമ്പോൾ വിസ്തൃതമായിട്ടുള്ള താഴ്വരകൾ, ഓക്സ്ബോ തടാകം, പ്രളയ സമതലങ്ങൾ, പിണഞ്ഞ ചാലുകൾ തുടങ്ങിയ രൂപങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ നദീമുഖങ്ങളിൽ ഇവ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഹിമാലയൻ നദികൾ നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ നിർമ്മിക്കുന്നു. ഹിമാലയൻ പർവ്വത പ്രദേശത്ത് ഈ നദികളെല്ലാം ശക്തമായിട്ടാണ് ഒഴുകുന്നത്. സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവ വളഞ്ഞു പൊളഞ്ഞു ഒഴുകാൻ തുടങ്ങും. വളഞ്ഞു പൊളഞ്ഞു ഒഴുകുകയും തുടർച്ചയായിട്ട് ഗതി മാറി ഒഴുകാനും തുടങ്ങുന്നു. ബാക്കി ഭാഗം നോക്കാം. ഇടയ്ക്കിടെ ഗതി മാറി ഒഴുകുന്നതിന് ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഒരു നദിയാണ് ബീഹാറിലെ കോസി നദി. ബീഹാറിന്റെ ദുഃഖം എന്ന പേരിലും ഈ നദി അറിയപ്പെടുന്നുണ്ട്. ഇടയ്ക്കിടെ ഗതി മാറി ഒഴുകുന്നതിന് ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള നദിയാണ് ബീഹാറിലെ കോസി നദി. കോസി നദി ബീഹാറിലൂടെയാണ് ഒഴുകുന്നത്. ബീഹാറിന്റെ ദുഃഖം എന്നാണ് കോസി നദി അറിയപ്പെടുന്നത്. അതുപോലെ കോസി നദി പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് അവസാദങ്ങൾ വഹിച്ചു കൊണ്ടുവന്ന് സമതലങ്ങളിൽ നിക്ഷേപിക്കും. ഇത് നദിയുടെ ഗതിയെ തടസ്സപ്പെടുത്തുകയും നദി ഗതി മാറി ഒഴുകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അടുത്ത ഭാഗം നോക്കാം. ഹിമാലയൻ നീരൊഴുക്കിന്റെ പരിണാമം. ഹിമാലയൻ നദികളുടെ പരിണാമത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ 5 മുതൽ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മയോസിൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ഇന്തോ ബ്രഹ്മ അഥവാ ശിവാലിക് എന്ന ഒരു ബൃഹത് നദിയിൽ നിന്നാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത്. ഹിമാലയത്തിന്റെ അത്രയും നീളത്തിൽ അസം മുതൽ സിന്ധ് വരെ ഒഴുകിയിരുന്ന ശിവാലിക് നദി പഞ്ചാബിനടുത്ത് സിന്ധ് ഗൾഫിൽ ഒഴുകിയെത്തിയിരുന്നു. ഈ ബൃഹത് നദിയുടെ തുടർച്ചയും അതിന്റെ തടാക സംബന്ധമായ ഉത്ഭവവും നദിയുടെ എക്കൽ നിക്ഷേപങ്ങളായ മണൽ, കളിമണ്ണ്, ഉരുളൻ കല്ലുകൾ, കൺഗ്ലോമറൈറ്റ് എന്നിവയെല്ലാം ഈ വാദഗതിക്ക് ബലം നൽകുന്നു. നമ്മൾ പഠിക്കുന്നത് ഹിമാലയൻ നീരൊഴുക്കിന്റെ പരിണാമത്തെ പറ്റിയാണ്. ഏകദേശം 5 മുതൽ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മയോസീൻ കാലഘട്ടത്തിലാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. മയോസീൻ കാലഘട്ടത്തിലാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത്. ഇത് ഓർത്തു വെക്കണേ. ഏകദേശം 5 മുതൽ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മയോസീൻ കാലഘട്ടത്തിലാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത്. അക്കാലത്ത് ഇന്ത്യയിൽ ഒരു നദി ഒഴുകിയിരുന്നു. ശിവാലിക് അഥവാ ഇന്തോ ബ്രഹ്മ എന്ന ഒരു മഹാനദിയിൽ നിന്ന് ഹിമാലയൻ നദികൾ പരിണമിച്ചു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ആസാം മുതൽ സിന്ധ് വരെ ഒഴുകിയിരുന്ന ശിവാലിക് നദി പഞ്ചാബിനടുത്ത് വെച്ച് സിന്ധ് ഉൾക്കടലിലാണ് പതിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് മയോസീൻ കാലഘട്ടത്തിലാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത്. അതുപോലെ മയോസീൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ശിവാലിക് അഥവാ ഇന്തോ ബ്രഹ്മ എന്ന മഹാനദിയിൽ നിന്നുമാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത്. ആസാം മുതൽ സിന്ധ് വരെ ഒഴുകിയിരുന്ന ശിവാലിക് നദി പഞ്ചാബിനടുത്തുള്ള സിന്ധ് ഉൾക്കടലിലാണ് പതിച്ചത് എന്ന കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ബാക്കി ഭാഗം പഠിക്കാം. കാലക്രമേണ ശിവാലിക് നദി 3 നീരൊഴുക്ക് വ്യൂഹങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. അവയാണ് പടിഞ്ഞാറ് സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളും, മധ്യഭാഗത്ത് ഗംഗാനദിയും അതിൻ്റെ ഹിമാലയൻ പോഷക നദികളും, കിഴക്ക് ബ്രഹ്മപുത്ര നദിയുടെ ആസാമിലുള്ള ഭാഗവും അതിൻ്റെ ഹിമാലയൻ പോഷക നദികളും. അപ്പോൾ ഇൻഡോ ബ്രഹ്മ നദി അല്ലെങ്കിൽ ശിവാലിക് നദി 3 നീരൊഴുക്ക് വ്യൂഹങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടത്. അവയാണ് പടിഞ്ഞാറ് സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളും, മധ്യഭാഗത്ത് ഗംഗാനദിയും അതിൻ്റെ ഹിമാലയൻ പോഷക നദികളും, കിഴക്ക്
ബ്രഹ്മപുത്ര നദിയുടെ ആസാമിലുള്ള ഭാഗവും അതിൻ്റെ ഹിമാലയൻ പോഷക നദികളും. അടുത്ത ഭാഗം നോക്കാം. സിന്ധു ഗംഗാ നദികൾക്കിടയിൽ ജലവിഭാജകമായ പോട്ട്വാർ പീഠഭൂമി ഉൾപ്പെടുന്ന പശ്ചിമ ഹിമാലയത്തിന് പ്ലേസ്റ്റോസീൻ കാലഘട്ടത്തിൽ സംഭവിച്ച ഉത്ഥാനമായിരിക്കാം ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ടതിന് കാരണമായത്. അതുപോലെ മധ്യ പ്ലേസ്റ്റോസീൻ കാലഘട്ടത്തിൽ മേഘാലയ പീഠഭൂമിക്കും രാജ്മഹൽ കുന്നുകൾക്കുമിടയിലുള്ള മാൾഡ വിടവിൻ്റെ താഴ്ത്തപ്പെടൽ ഗംഗ ബ്രഹ്മപുത്ര നദികളെ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് വഴിതിരിച്ചുവിടാൻ കാരണമായി. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിമാലയൻ നീരൊഴുക്കിൻ്റെ പരിണാമത്തെ പറ്റിയാണ്. ഏകദേശം 5 മുതൽ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മയോസീൻ കാലഘട്ടത്തിലാണ് ഹിമാലയൻ നദി പരിണമിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ മയോസീൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ശിവാലിക് അഥവാ ഇന്തോ ബ്രഹ്മ എന്ന മഹാനദിയിൽ നിന്നുമാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത്. ആസാം മുതൽ സിന്ധ് വരെ ഒഴുകിയിരുന്ന ശിവാലിക് നദി പഞ്ചാബിനടുത്ത് സിന്ധ് ഉൾക്കടലിലാണ് പതിച്ചിരുന്നത് എന്നാണ് ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നത്. കാലക്രമേണ എന്തായി? ഈ ശിവാലിക് നദി 3 നീരൊഴുക്ക് വ്യൂഹങ്ങളായി വിഭജിക്കപ്പെട്ടു. അവയാണ് പടിഞ്ഞാറ് സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളും, മധ്യഭാഗത്ത് ഗംഗാനദിയും അതിൻ്റെ ഹിമാലയൻ പോഷക നദികളും, കിഴക്ക് ബ്രഹ്മപുത്ര നദിയുടെ ആസാമിലുള്ള ഭാഗങ്ങളും അതിൻ്റെ ഹിമാലയൻ പോഷക നദികളും. ഈ ശിവാലിക് നദി 3 നീരൊഴുക്ക് വ്യൂഹങ്ങളായി വിഭജിക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ വിഭജനത്തിന് കാരണം എന്താണ്? പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ പശ്ചിമ ഹിമാലയത്തിന് സംഭവിച്ച ഉത്ഥാനമായിരിക്കാം ഇങ്ങനെയൊരു വിഭജനത്തിന് കാരണം. അതുപോലെ ഗംഗ ബ്രഹ്മപുത്ര നദിയുടെ പതനം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അതെങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് നോക്കാം. മധ്യ പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമിക്കും ഇടയിലുള്ള മാൾഡ വിടവിൻ്റെ താഴ്ത്തപ്പെടൽ കാരണമായിരിക്കാം ഗംഗ ബ്രഹ്മപുത്ര നദികളെ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് വഴിതിരിച്ചുവിടാൻ കാരണമായത്. നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗം നോക്കാം. ഹിമാലയൻ നീരൊഴുക്കിൻ്റെ നദീവ്യൂഹങ്ങൾ. ഹിമാലയൻ നീരൊഴുക്കിൽ അനേകം നദീവ്യൂഹങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് സിന്ധു നദീവ്യൂഹം, ഗംഗാ നദീവ്യൂഹം, ബ്രഹ്മപുത്ര നദീവ്യൂഹം. ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹങ്ങളാണ് സിന്ധു നദീവ്യൂഹം, ഗംഗാ നദീവ്യൂഹം, ബ്രഹ്മപുത്ര നദീവ്യൂഹം. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്ധു നദീവ്യൂഹം. ലോകത്തിലെ വലിയ നദീതടങ്ങളിൽ ഒന്നായ സിന്ധു നദീതടം 11,65,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും 2,880 കിലോമീറ്റർ ദൈർഘ്യവും ഉള്ളവയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നദീതടങ്ങളിൽ ഒന്നാണ് സിന്ധു നദീതടം. ലോകത്തിലെ ഏറ്റവും വലിയ നദീതടങ്ങളിൽ ഒന്നാണ് സിന്ധു നദീതടം. സിന്ധു നദീതടത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 11,65,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ സിന്ധു നദിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 3,21,289 ചതുരശ്ര കിലോമീറ്റർ ആണ്. സിന്ധു നദിയുടെ ദൈർഘ്യം എത്രയാണ് പറയുന്നത്? 2,880 കിലോമീറ്റർ ദൈർഘ്യമാണ് സിന്ധു നദിക്കുള്ളത്. ഇന്ത്യയിൽ സിന്ധു നദിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 1,114 കിലോമീറ്റർ. ഇന്ത്യയിൽ സിന്ധു നദിയുടെ ദൈർഘ്യം എത്രയാണ്? 1,114 കിലോമീറ്റർ ആണ്. ഇൻഡസ് എന്നും അറിയപ്പെടുന്ന സിന്ധു നദി ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായി ഒഴുകുന്ന ഹിമാലയൻ നദിയാണ്. അപ്പം ഇൻഡസ് എന്നാണ് സിന്ധു നദി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു നദി. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 4,164 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബക്വാർച്ചുവിനടുത്തുള്ള ഒരു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദി ടിബറ്റിൽ സിംഹത്തിൻ്റെ മുഖം എന്നർത്ഥമുള്ള സിംഗി കമ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ലഡാക്കിനും സസ്കർ പർവ്വതനിരയ്ക്കും ഇടയിലൂടെ വടക്കു പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്ന നദി ലഡാക്കും ബാൾട്ടിസ്ഥാനും കടക്കുന്നു. ലഡാക്ക് പർവ്വതനിരയ്ക്ക് കുറുകെ ഒഴുകുമ്പോൾ ജമ്മു കാശ്മീരിൽ ഗിൽജിത്തിനടുത്ത് അതിമനോഹരമായ ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നു. ദാർദിസ്ഥാൻ പ്രദേശത്ത് ചില്ലാറിനടുത്ത് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സിന്ധു നദീ വ്യൂഹത്തെ പറ്റി പഠിച്ചത്? ലോകത്തിലെ ഏറ്റവും വലിയ നദീതടങ്ങളിൽ ഒന്നാണ് സിന്ധു നദീതടം. ഇതിന് 11,65,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും 2,880 കിലോമീറ്റർ ദൈർഘ്യവുമുണ്ടെന്ന് പഠിച്ചു. ഇന്ത്യയിൽ ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 3,21,289 ചതുരശ്ര കിലോമീറ്റർ ആണ്. ദൈർഘ്യമോ 1,144 കിലോമീറ്റർ ആണ്. സിന്ധു നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇൻഡസ്. ഇൻഡസ് എന്ന പേരിലും സിന്ധു നദി അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായി ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു നദി.
ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒഴുകുന്ന ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദിയാണ്. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 4164 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കാർച്ചുവിനടുത്തുള്ള ഒരു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ സിന്ധു നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ടിബറ്റിലെ കൈലാസ പർവ്വതത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 4164 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കാർച്ചുവിനടുത്തുള്ള ഒരു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സിംഗി കമ്പൻ എന്നാണ്. സിംഗി കമ്പൻ എന്നാണ് സിന്ധു നദിയെ ടിബറ്റിൽ അറിയപ്പെടുന്നത്. സിംഗി കമ്പൻ എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ മുഖം എന്നാണ് അർത്ഥം. സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സിംഗി കമ്പൻ എന്നാണ്. സിംഗി കമ്പൻ എന്നാൽ സിംഹത്തിന്റെ മുഖം എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ദാർദിസ്ഥാൻ പ്രദേശത്തെ ചില്ലാറിനടുത്ത് വെച്ചാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാറിനടുത്ത് വെച്ചാണ്. ദാർദിസ്ഥാൻ പ്രദേശത്തെ ചില്ലാറിനടുത്ത് വെച്ചാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധു നദീനെ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പഠിക്കാം. സിന്ധു നദി ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലെ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. ഇതിനിടയിൽ ധാരാളം ഹിമാലയൻ പോഷക നദികൾ സിന്ധുവിൽ ചേരുന്നുണ്ട്. ഷയോക്ക്, ഗിൽജിത്, സസ്കർ, ഹുൻസ, നുബ്ര, ഷിഗർ, ഗസ്തിങ്, ദ്രാസ് എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ച് നദി പർവ്വതത്തിൽ നിന്ന് പുറത്തെത്തുന്നു. ഇവിടെ വെച്ച് വലതു തീരത്തു നിന്നും കാബൂൾ നദിയെ സ്വീകരിക്കുന്നു. വലതു തീരത്ത് ചേരുന്ന മറ്റ് പ്രധാന പോഷക നദികളാണ് ഗുറം, ടൊജി, ഗോമാൽ, വിബോവ, ശങ്കർ എന്നിവ. ഇവയെല്ലാം സുലൈമാൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ്. വീണ്ടും തെക്കുഭാഗത്തേക്ക് ഒഴുകുന്ന നദിയിൽ മിതാൻകോട്ടിൽ മുൻപായി പഞ്ചനദികൾ ചേരുന്നു. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ 5 നദികൾ ചേർന്നതാണ് പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത്. കറാച്ചിക്ക് കിഴക്കായി സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നു. ഇന്ത്യയിലെ സിന്ധു നദി ജമ്മു കാശ്മീരിലെ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. ഇന്ത്യയിൽ സിന്ധു നദി ജമ്മു കാശ്മീരിലുള്ള ലേ എന്ന ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. സിന്ധുവിന് ധാരാളം ഹിമാലയൻ പോഷക നദികൾ ഉണ്ടെന്ന് നമുക്കറിയാലോ. അതിൽ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഷയോക്ക്, ഗിൽജിത്, സസ്കർ, ഹുൻസ, നുബ്ര, ഷിഗർ, ഗസ്തിങ്, ദ്രാസ് എന്നിവയാണ് സിന്ധുവിൽ ചേരുന്ന പ്രധാന ഹിമാലയൻ പോഷക നദികൾ. സിന്ധുവിൻ്റെ ഈ പോഷക നദികളിൽ നിങ്ങൾ ഏതെങ്കിലും നദികളുടെ പേര് ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ അവയൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അതുപോലെ സുലൈമാൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് സിന്ധുവിൻ്റെ വലത് തീരത്ത് ചേരുന്ന ചില പോഷക നദികളുണ്ട്. അവയാണ് ഗുറം, ടൊജി, ഘൊമാൽ, വിബോവ, ശങ്കർ എന്നിവ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സിന്ധു നദി ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലെ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. സിന്ധുവിന് ധാരാളം ഹിമാലയൻ പോഷക നദികളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഷയോക്ക്, ഗിൽജിത്, സസ്കർ, ഹുൻസ, നുബ്ര, ഷിഗർ, ഗസ്തിങ്, ദ്രാസ് എന്നിവ. അതുപോലെ സുലൈമാൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് സിന്ധുവിൻ്റെ വലത് തീരത്ത് ചേരുന്ന ചില പ്രധാന പോഷക നദികളാണ് ഗുറം, ടൊജി, ഘൊമാൽ, വിബോവ, ശങ്കർ എന്നിവ. വീണ്ടും തെക്കുഭാഗത്തേക്ക് ഒഴുകുന്ന സിന്ധു നദിയിൽ മിതാൻകോട്ടിന്റെ കുറച്ച് മുകളിൽ വെച്ച് പഞ്ചനദികൾ ചേരുന്നുണ്ട്. പഞ്ചനദികൾ ഏതൊക്കെയാണ്? ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് പഞ്ചനദികൾ. അപ്പൊ തെക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന സിന്ധു നദിയിൽ മിതാൻകോട്ടിൽ വെച്ചാണ് ഈ പഞ്ചനദികൾ ചേരുന്നത്. പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത് ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ്. കറാച്ചിക്ക് കിഴക്കായി സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നു. സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നത് കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നത്. അടുത്ത ഭാഗം പഠിക്കാം. സിന്ധു നദിയുടെ ഒരു പ്രധാന പോഷക നദിയായ ഝലം കാശ്മീർ താഴ്വരയ്ക്ക് തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പിർപ്പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്ത് വെറിനാഗ് നീരുറവയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ശ്രീനഗറിലൂടെയും വൂളാർ തടാകത്തിലൂടെയും ഒഴുകുന്ന ഝലം നദി ആഴമേറിയതും ഇടുങ്ങിയതുമായ ഗിരികന്ധര താഴ്വരകളിലൂടെ പാകിസ്ഥാനിലെ താങ്ങിനടുത്തു വെച്ച് ചിനാബ് നദിയുമായി ചേരുന്നു. സിന്ധു നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് ഝലം. ഝലം നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കാശ്മീർ താഴ്വരയിലെ പിർപ്പാഞ്ചൽ താഴ്വാരത്തുള്ള വെറിനാഗ് നീരുറവയിൽ നിന്നാണ് ഝലം നദി ഉത്ഭവിക്കുന്നത്. കാശ്മീർ താഴ്വരയിലെ പിർപ്പാഞ്ചൽ താഴ്വാരത്തുള്ള വെറിനാഗ് എന്ന നീരുറവയിൽ നിന്നാണ് ഝലം നദി ഉത്ഭവിക്കുന്നത്. മറന്നുപോകരുത്. ശ്രീനഗറിലൂടെയും വൂളാർ തടാകത്തിലൂടെയും ഒഴുകി ഝലം നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് ചെനാബ് നദിയുമായിട്ട് കൂടിച്ചേരുകയും ചെയ്യുന്നു.
സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ചന്ദ്ര എന്നും ബാഗ എന്നും പേരുള്ള 2 അരുവികൾ ഹിമാചൽ പ്രദേശിലെ കിലോങ്ങിനടുത്ത് താന്തിയിൽ സംഗമിച്ച് രൂപപ്പെടുന്നതിനാൽ ചിനാബ് ചന്ദ്രഭാഗ എന്നും അറിയപ്പെടുന്നു. പാകിസ്ഥാനിൽ എത്തും മുമ്പ് ഈ നദി 1180 കിലോമീറ്റർ ദൂരം ഒഴുകുന്നു. അപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബാണ്. ചന്ദ്ര എന്നും ബാഗ എന്നും പേരുള്ള 2 അരുവികൾ ചേർന്നാണ് ചിനാബ് നദി രൂപം കൊണ്ടിട്ടുള്ളത്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ചന്ദ്ര എന്നും ബാഗ എന്നും പേരുള്ള 2 അരുവികൾ ചേർന്നാണ് ചിനാബ് നദി രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചന്ദ്രഭാഗ എന്ന പേരിലും ചിനാബ് നദി അറിയപ്പെടുന്നു. ചെനാബ് 1180 കിലോമീറ്റർ ഒഴുകിയിട്ടാണ് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. അടുത്ത ഭാഗം പഠിക്കാം. സിന്ധു നദിയുടെ മറ്റൊരു പ്രധാന പോഷക നദിയായ രവി ഹിമാചൽ പ്രദേശിലെ റോക്താങ് ചുരത്തിന് പടിഞ്ഞാറായുള്ള കുല്ലുകുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ചമ്പ താഴ്വരയിലൂടെ ഒഴുകുന്നു. പിർപ്പാഞ്ചൽ, ദൗളാദർ പർവ്വതനിരകളുടെ തെക്കുകിഴക്കൻ പ്രദേശങ്ങളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വെച്ച് ചിനാബ് നദിയിൽ ചേരുന്നു. സിന്ധു നദിയുടെ മറ്റൊരു പ്രധാന പോഷക നദിയാണ് രവി നദി. രവി നദി ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലുള്ള റോക്താങ് ചുരത്തിന് പടിഞ്ഞാറായിട്ടുള്ള കുല്ലുകുന്നിൽ നിന്നാണ് രവി നദി ഉത്ഭവിക്കുന്നത്. ഈ രവി നദി കുല്ലുകുന്നിൽ നിന്ന് ഉത്ഭവിച്ചതിന് ശേഷം ചമ്പ താഴ്വരയിലൂടെ ഒഴുകി പിർപ്പാഞ്ചൽ, ദൗളാദർ പർവ്വതനിരകളുടെ തെക്കൻ പ്രദേശങ്ങളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വെച്ച് ചിനാബ് നദിയിലേക്കാണ് കൂടിച്ചേരുന്നത്. രവി നദിയുടെ ഉത്ഭവം കുല്ലുകുന്നിൽ നിന്നാണ്. കുല്ലുകുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ചമ്പ താഴ്വരയിലൂടെ ഒഴുകി പിർപ്പാഞ്ചൽ, ദൗളാദർ പർവ്വതനിരകളുടെ തെക്കുകിഴക്കൻ പ്രദേശങ്ങളിലൂടെ ഒഴുകിയിട്ട് പാകിസ്ഥാനിലെ സരായ് സിന്ധുവിൽ വെച്ച് ചിനാബ് നദിയിലേക്ക് ചേരുന്നു. ഈ കാര്യം ഓർത്തു വെക്കണേ. അടുത്ത പോഷക നദിയെ പറ്റി പഠിക്കാം. സിന്ധു നദിയുടെ മറ്റൊരു പോഷക നദിയാണ് ബിയാസ്. സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്റർ ഉയരത്തിലുള്ള റോക്താങ് ചുരത്തിൽ ബിയാസ് കുണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്നു. കുല്ലു താഴ്വരയിലൂടെ ഒഴുകുന്ന ബിയാസ് നദി ദൗളാദർ പർവ്വതത്തിൻ്റെ കാട്ടിയിലും ലാർഗിയിലും ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. പഞ്ചാബ് സമതലത്തിൽ കടക്കുന്ന നദി ഹരിക്കെയിനടുത്ത് സത്ലജ് നദിയുമായി സന്ധിക്കുന്നു. ബിയാസ് നദിയെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സിന്ധുവിൻ്റെ ഒരു പ്രധാന പോഷക നദിയാണ് ബിയാസ്. ബിയാസ് നദി ഉത്ഭവിക്കുന്നത് റോക്താങ് ചുരത്തിനടുത്തുള്ള ബിയാസ് കുണ്ടിൽ നിന്നാണ്. ബിയാസ് കുണ്ടിൽ നിന്നാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത്. ബിയാസ് കുണ്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദി കുളു താഴ്വരയിലൂടെ ഒഴുകിയിട്ട് കാട്ടിയിലും ലാർഗിയിലും ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. തുടർന്ന് പഞ്ചാബ് സമതലത്തിലേക്ക് കടക്കുന്ന നദി ഹരികയ്ക്കടുത്ത് സത്ലജ് നദിയുമായിട്ട് സംഗമിക്കുന്നു. സിന്ധുവിൻ്റെ അടുത്ത പോഷക നദിയായിട്ടുള്ള സത്ലജ് നദിയെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടിബറ്റിലെ മാനസ സരോവര തടാകത്തിനടുത്ത് 4555 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഗാസ് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദി അവിടെ ലങ്ചൻ ഗംബാബ് എന്ന് വിളിക്കപ്പെടുന്നു. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഏകദേശം 400 കിലോമീറ്ററോളം സിന്ധു നദിക്ക് സമാന്തരമായി ഒഴുകുന്ന സത്ലജ് രൂപാറിൽ ഗിരികന്ധരങ്ങൾക്ക് പുറത്തെത്തുന്നു. ഹിമാലയത്തിലെ ഷിപ്കില ചുരം കടന്ന് പഞ്ചാബ് സമതലത്തിൽ പ്രവേശിക്കുന്ന സത്ലജ് ഒരു പൂർവ്വകാലീന നദിയാണ്. ബക്രാനങ്കൽ ജലപദ്ധതിയുടെ കനാൽ വ്യൂഹത്തിൽ ജലം ലഭ്യമാക്കുന്നതിനാൽ സത്ലജ് സിന്ധു നദിയുടെ ഏറെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ്. അപ്പം ടിബറ്റിലെ മാനസ സരോവരത്തിനടുത്തുള്ള രാഗാസ് തടാകത്തിൽ നിന്നാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. സത്ലജ് നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ടിബറ്റിലെ മാനസ സരോവരിനടുത്തുള്ള രാഗാസ് തടാകത്തിൽ നിന്നാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. ടിബറ്റിൽ സത്ലജ് നദി അറിയപ്പെടുന്നത് ലങ്ചൻ ഗംബാബ് എന്നാണ്. ടിബറ്റിൽ ലങ്ചൻ ഗംബാബ് എന്ന പേരിലാണ് സത്ലജ് നദി അറിയപ്പെടുന്നത്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഏകദേശം 400 കിലോമീറ്ററോളം ഈ നദി സിന്ധു നദിക്ക് സമാന്തരമായിട്ട് ഒഴുകുന്നുണ്ട്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഏകദേശം 400 കിലോമീറ്ററോളം സത്ലജ് നദി സിന്ധു നദിക്ക് സമാന്തരമായിട്ട് ഒഴുകുന്നുണ്ട്. ഹിമാലയത്തിലെ ഷിപ്കില ചുരം കടന്ന് സത്ലജ് നദി പഞ്ചാബ് സമതലത്തിലേക്ക് പ്രവേശിക്കുന്നു. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ്. ഇത്രയും കാര്യങ്ങളാണ് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഹിമാലയൻ നദീവ്യൂഹത്തിൽ പഠിക്കാനുള്ളത് ഗംഗാ നദിയെ പറ്റിയിട്ടും ബ്രഹ്മപുത്ര നദിയെ പറ്റിയും പഠിക്കാനുണ്ട്. അതുപോലെ ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹത്തെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക്
ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.